വാർത്തകൾ തുടരുന്നു. ഭക്ഷണശേഷം ഡയറ്റ് സോഡ പതിവാക്കുന്നവർക്ക് അമേരിക്കയിൽ നിന്നുള്ള ഇന്റേണൽ മെഡിസിൻ മാഗസിൻ്റെ മുന്നറിയിപ്പ്. ഡയറ്റ് സോഡയുടെ അമിതോപയോഗം ഗുരുതരമായ അസുഖങ്ങൾക്കിടയാക്കുമെന്ന് മാഗസിൻ പറയുന്നു. കൂടുതൽ വിവരങ്ങളുമായി ആഷിഖ് മാഹിയുടെ റിപ്പോർട്ട്. സ്ഥിരമായി ഡയറ്റ് സോഡ കഴിക്കുന്നവരിൽ ഹൃദ്രോഗവും പക്ഷാഘാതമടക്കമുള്ള അസുഖങ്ങൾ വരാനുള്ള സാധ്യത 61%-ലേറെയാണെന്നാണ് അമേരിക്കയിലെ ഇന്റേണൽ മെഡിസിൻ മാഗസിൻ പറയുന്നത്. ഡയറ്റ് സോഡയിൽ ചേർക്കുന്ന കൃത്രിമമായ മധുരപദാർത്ഥങ്ങളാണ് വില്ലനായി മാറുന്നത്. ബ്ലഡ് പ്രഷർ അമിതമായി വർദ്ധിക്കുന്നതിനും ശരീരത്തിൽ പഞ്ചസാരയുടെ അളവ് അനിയന്ത്രിതമായി കൂടുന്നതിനും ഇത്തരം പദാർത്ഥങ്ങൾ ഇടയാക്കുന്നു. സോഡയിൽ അടങ്ങിയിരിക്കുന്ന അമിതമായ സോഡിയത്തിന്റെ അളവ് വൃക്കയുടെ പ്രവർത്തനങ്ങളെയും ദോഷകരമായി ബാധിക്കുന്നുവെന്നാണ് വിലയിരുത്തൽ. ശരീരത്തിലെ ഉപാപചയ പ്രവർത്തനങ്ങളെ ഇത് ദോഷകരമായി ബാധിക്കുന്നു. ദഹനത്തെ സഹായിക്കാൻ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഹൈഡ്രോക്ലോറിക് ആസിഡിന്റെ അസിഡിറ്റി ലെവൽ 1 മുതൽ 2 വരെയാണെങ്കിൽ ഡയറ്റ് സോഡയിലെ അസിഡിറ്റി അളവ് 3 മുതൽ 4 വരെയാണ്. ഇത് ശരീരത്തിലെ ജലാംശത്തെ കുറക്കാൻ ഇടയാക്കുമെന്നും വിദഗ്ധർ അഭിപ്രായപ്പെടുന്നു. ആഹാരം കഴിക്കുന്നതിൻ്റെ ഇടയിൽ കോള അല്ലെങ്കിൽ ഡയറ്റ് സോഡ ദഹനത്തിന് വേണ്ടി കുടിക്കുന്ന ഒരു പ്രവണത പലരുടെ ഇടയിലും ഉണ്ട്. നോർമലി തന്നെ സ്റ്റൊമക്കിൻ്റെ ഉള്ളിൽ ദഹന സമയത്ത് സ്റ്റൊമക്ക് തന്നെ ഹൈഡ്രോക്ലോറിക് ആസിഡ് ഉൽപ്പാദിപ്പിച്ചെടുക്കുന്നുണ്ട് ദഹനത്തിൻ്റെ സഹായിയായിട്ട്. അപ്പം ഈ സ്റ്റൊമക്കിൻ്റെ ഉള്ളിലെ അസിഡിറ്റിക് എൻവയൺമെൻറ്റ് 1 മുതൽ 2 വരെയാണ് അതിൻ്റെ അകത്ത് pH. പല കോളകളുടെയും അവരുടെ ബ്രാൻഡും ടേസ്റ്റും അനുസരിച്ച് അസിഡിക് ലെവൽ 3 to 4 വരെയാണ്. കഴിക്കുന്നതിൻ്റെ ഇടയ്ക്ക് കണ്ടമാനം കോള കുടിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ ഇതിൻ്റെ ഉള്ളിലെ അസിഡിക് ലെവൽസ് ഡൈല്യൂട്ട് ചെയ്തെടുത്തും അങ്ങനെ സ്ഥിരമായിട്ട് പോകുമ്പോൾ ഒരു ദഹനം കുറയാനും ഒരുപക്ഷെ തടസ്സപ്പെടാനും വരെ സാധ്യതയുണ്ട് കണ്ടമാനം കോള സ്ഥിരമായിട്ട് ഇങ്ങനെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ. ഇത് വൃക്കയുടെ പ്രവർത്തനങ്ങളെയും ദോഷകരമായി ബാധിക്കുന്നു. സാധാരണ സോഡയെ അപേക്ഷിച്ച് കൃത്രിമമായ മധുരപദാർത്ഥങ്ങൾ ചേർക്കുന്നതാണ് ഡയറ്റ് സോഡയെ വില്ലനാക്കുന്നത്. നമ്മൾ സാധാരണഗതിയിൽ വെള്ളം കുടിക്കേണ്ട സമയത്താണ് കോള കുടിക്കുന്നത്. അപ്പോൾ ഈ ശരീരത്തിന് കിട്ടേണ്ട വെള്ളത്തിൻ്റെ അളവ് കുറയുകയും അതിന് പകരം നമ്മൾ കോള റിപ്ലേസ് ആണ് ചെയ്യുന്നത്. സ്ഥിരമായിട്ട് അങ്ങനെ പോകുമ്പോൾ ഡീഹൈഡ്രേഷൻ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഡീഹൈഡ്രേഷൻ മൂലം വേറെ പല സൈഡ് ഇഫക്ട്സും വരാൻ സാധ്യതയുണ്ട്. ഇതിന് അല്ലാതെ തന്നെ മിക്ക ഡയറ്റ് ഡ്രിങ്ക്സിൽ യൂസ് ചെയ്തേക്കുന്ന ആർട്ടിഫിഷ്യൽ സ്വീറ്റനർ, പ്രത്യേകിച്ച് അസ്പാർട്ടം എന്നും പറഞ്ഞൊരു സ്വീറ്റനറുണ്ട്. ഇതിൻ്റെ ഒരു സൈഡ് ഇഫക്റ്റ് ആനിമൽ സ്റ്റഡീസിൽ കണ്ടെത്തിയേക്കുന്നത് ഒരു ന്യൂറോടോക്സിൻ ആണെന്നാണ്. പക്ഷാഘാതത്തിനും ഡയറ്റ് സോഡ കാരണമാകുന്നതായി അമേരിക്കൻ സ്ട്രോക്ക് അസോസിയേഷന്റെ പഠനവും വെളിപ്പെടുത്തുന്നു. പടിഞ്ഞാറൻ രാജ്യങ്ങളെ അനുകരിച്ച് മലയാളികളും കൂടുതൽ ഡയറ്റ് സോഡ ഉപയോഗിച്ച് വരുന്നുണ്ട്. ഗൾഫ് രാഷ്ട്രങ്ങളിൽ ഇതിന്റെ ഉപഭോഗം വളരെ കൂടുതലാണ്. ഭക്ഷണ സമയത്ത് ധാരാളം വെള്ളം കുടിക്കുകയാണ് ശരീരത്തിന് ഗുണകരമെന്നും സോഡ ഒഴിവാക്കാൻ സാധിക്കാത്തവർക്ക് ഡയറ്റ് സോഡയ്ക്ക് പകരം സാധാരണ സോഡ ഉപയോഗിക്കാമെന്നും വിദഗ്ധർ പറയുന്നു. ആഷിഖ് മാഹി, ന്യൂസ് അറ്റ് ദോഹ. ഖത്തറിൽ ആരോഗ്യമേഖല കരുത്താർജിക്കും